അത് ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക, നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക. ഇല്ല ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും? അല്ലെ നമ്മൾ അത് എന്തുകൊണ്ട് പറയുന്നു? നമുക്ക് അഖിൽ പറഞ്ഞൊരു ആരോപണത്തിന്റെ പേരിൽ ഒരു സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ എന്റെ സ്റ്റോറി നോക്കി അതൊക്കെ മനസ്സിലാവും. എന്നെ പലപ്പോഴും കമന്റിൽ മിക്കയിടത്ത് മെൻഷൻ ചെയ്യുന്നു ഞാനാണ് വിൽക്കുന്നത് പറഞ്ഞിട്ട്. അതിപ്പോ ഞാൻ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു. എന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അപ്പം അഖിൽ പറഞ്ഞ അഖിലിന്റെ 1-2 ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ഭയങ്കര വൈറലാണ്. ബിഗ് ബോസ് ഷോ ഈ സീസൺ 6 ഇത്രയും നിലവാരമില്ലാതെ പോയതിനെതിരെ പ്രതികരിച്ച് അവസാനം അത് ബിഗ് ബോസിന്റെ ഈ ചാനലിന്റെ ടീം മെമ്പേഴ്സ് 1-2 പേര് അതിനകത്ത് ഇരിക്കുന്നവര്, തലപ്പത്തിരിക്കുന്നവര്, സെലക്ഷൻ കമ്മിറ്റിയിലുള്ളവര് അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അങ്ങനെയെല്ലാം അതിനെല്ലാം പൊളിച്ചടുക്കി വെളിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് അഖിലിന്റെ തുറന്നടിച്ചിട്ടുള്ള ആ ഒരു ലൈവ്, പൊട്ടിത്തെറിച്ച് ലൈവൊക്കെ ഇട്ടതെല്ലാം നമ്മൾ കണ്ടു. നിങ്ങൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കണ്ടു നോക്കിക്കോളൂ. അഖിൽ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സോ അതിൽ എത്രമാത്രം സത്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എവിടേക്കോ ഏതൊക്കെയോ കുറെ ശരികളുള്ളതായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഇത് 6ാമത്തെ സീസണിൽ ഇപ്പൊ സിബിൻ ഇറങ്ങിയതടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ സംഭവങ്ങൾ നമ്മൾക്ക് അഖിൽ പറഞ്ഞതിനോട് യോജിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ നാദിറ പറഞ്ഞൊരു വിഷയത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞ ലൈവിൽ പറയുന്നുണ്ട്, എന്നെയും ബിഗ് ബോസ് പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ ഒരു ലൈവിൽ പറയുന്നുണ്ട്. അതായത് എന്താ പറയാ, ബിഗ് ബോസിന്റെ ടീമിന് അല്ലെങ്കിൽ ചാനലിലെ കുറച്ച് ആളുകൾക്ക് ഇത് ആരെയാണോ പ്രൈസ് വാങ്ങുന്നത് അല്ലെങ്കിൽ ആരെയാണോ നോക്കിക്കൊണ്ട് ആരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണോ ഈ ഷോ ഓടിക്കുന്നത് അവരല്ലാതെ പ്രതീക്ഷിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയും അവർ വിന്നറാകണം അല്ലെങ്കിൽ അവരുടെ ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ നന്മ എന്തൊക്കെയോ ഈ ഷോയിൽ കാണിക്കുന്ന എന്തൊക്കെയോ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതും ആ ഒരു വ്യക്തി ഉയർന്നു വരുന്നതും ഒരു പക്ഷേ ഈ ബിഗ് ബോസ് ടീമിലുള്ളവർക്ക് അത് അവർ പ്രതീക്ഷിക്കും, അപ്രൂവ് ആയിരിക്കും. സോ അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പ്രേക്ഷകർ വിചാരിക്കാത്ത ചില എവിക്ഷനുകളൊക്കെ ഉണ്ടാകുന്നത്. സോ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ രജിസ്ട്രാറിന്റെ കാര്യത്തിൽ ചാനലിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം, ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം നമ്മൾ കണ്ടതാണ്. റോബിന്റെ ഭാഗത്തുള്ളത് കണ്ടതാണ്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് സിബിൻ ഉള്ളത് കണ്ടതാണ്. അപ്പൊ നമ്മൾ അതുപോലെ സീസൺ 5 സാഗറിന്റെ എവിക്ഷൻ നമ്മൾ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് പറഞ്ഞാൽ സാഗറിന്റെ എവിക്ഷൻ അവിടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുപോലെ വിഷ്ണു പോയത് അന്നും നമുക്ക് അതിനേക്കാൾ വോട്ട് കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. സോ അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രേക്ഷകരുടെ താല്പര്യത്തിനാണോ നടന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ അല്ല, പ്രേക്ഷകർ വോട്ടിംഗ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ അഖിൽ പറയുന്നതൊക്കെ നമുക്ക് ശരി വെക്കേണ്ടതായിട്ടാണ് വരുന്നത്. അങ്ങനെ എന്താ പറയുക, പോയിന്റുകൾ നോക്കിക്കഴിയുമ്പോൾ. പക്ഷെ ഇപ്പൊ അഖിൽ പറയുന്നതെല്ലാം പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചെടുക്കണ നാദിറ പറയുന്നത്. സോ അഖിൽ പറഞ്ഞത് എന്നെയും ബിഗ് ബോസ് പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനെതിരെയും അതുപോലെ സ്ത്രീകൾ കിടന്നു കൊടുത്തുകൊണ്ടാണ് ഓരോ അവസരം നേടിയെടുക്കുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ എന്നാ പറഞ്ഞിട്ടുള്ളത്, മൊത്തമല്ല. മുൻപിലുള്ള ചില ആളുകൾ അത് അഖിലിന് ഏതൊക്കെയോ രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ലി ടോക്കായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചേട്ടാ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഏതൊക്കെയോ ഒരു നിമിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഖിലിന് കിട്ടിയ ഇതെല്ലാം റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽ ഇതെല്ലാം പറഞ്ഞത്. സോ ഇപ്പൊ നാദിറ പറയുന്നത് അഖിൽ പറയുന്നതെല്ലാം പച്ചക്കള്ളം. ഇത്രയും പറയാൻ ചങ്കൂറ്റം കാണിച്ച അഖിലിന് എന്തുകൊണ്ട് ആ പേരുകൾ വെളിപ്പെടുത്തിക്കൂടാ എന്ന് പറയുന്നു. അതുപോലെ അഖിലിനെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കല്ല് വെച്ച നുണയാണ്. അങ്ങനെ സീസൺ 5 നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നിരവധി ചാൻസ് ഉണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ചെയ്തില്ല, ഏഷ്യനെറ്റ് ചെയ്തില്ല. സോ ഞാൻ ഏഷ്യനെറ്റിന് വരെ വെല്ലുവിളിച്ച ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ അഖിൽ ആ തെളിവ് നിരത്തട്ടെ, അപ്പൊ ഞാൻ വിശ്വസിക്കാം, അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ അഖിലിനെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ നിരവധി കാരണങ്ങൾ നാദിറ പറയുന്നത്. ഒന്ന്, മധു പരാമർശം വന്നപ്പോൾ വെളിയിൽ എത്രമാത്രം പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ടായി. ആ സമയത്ത് ചാനലിനോ ബിഗ് ബോസിനോ അഖിലിനെ പുറത്താക്കാമായിരുന്നു. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത്. സോ അപ്പൊ ആ സമയത്ത് അഖിലിനെ പുറത്താക്കിയില്ല. പിന്നെ അതിനുശേഷം അഖില് 102 ഡിഗ്രി പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി. അത്രയും വയ്യാതിരുന്നിട്ടും പുള്ളി തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്കാണ് വന്നത്. അപ്പോഴും ഈ വയ്യാത്ത ഒരാളെ ഫിസിക്കലി ടയേർഡായ ഒരാളെ വീണ്ടും ഈ ഷോയിൽ വെച്ചിട്ടിരിക്കുന്നത് എന്തിനാണ്? അപ്പോഴും ബിഗ് ബോസ് പുറത്താക്കിയില്ല. അടുത്തത് പിന്നെ ജുനൈസിനെ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് പറയുന്ന സംഭവത്തിലും വളരെ വിഷയങ്ങൾ വെളിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോഴും ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കിയില്ല. അതേപോലെ
ശോഭയെ സുഖിപ്പിച്ചാണ് നീ ബിസിനസ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോഴും സ്ത്രീ സംരംഭകര് മൊത്തം കൂടി അതിനെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയങ്ങളൊക്കെ വെളിയിൽ ഉണ്ടായപ്പോഴും ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കിയില്ല. ഇത്രയും വിഷയങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും പുറത്താക്കാത്ത ബിഗ് ബോസ് അഖിലിനെ പിടിച്ചു നിർത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് അഖില് ഈ പച്ചക്കള്ളം പറയുന്നത് എന്നാണ് ഇപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരകനോട് നാദിറ പറയുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ തുറന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് തുറന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ അടച്ച് സംസാരിക്കാതെ ഇത് ഇന്നാൾ അല്ലെങ്കിൽ ഇന്നാൾക്ക് സംഭവിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം മൊത്തത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര്, നിരവധി പേര് ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് പറയുന്നുണ്ട്, നീയല്ലേടി കിടന്നു കൊടുത്തത്, നീയല്ലേടി അങ്ങനെ സമ്പാദിച്ചത്, നീയല്ലേടി ഇങ്ങനെ സമ്പാദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളികളും ഇതൊക്കെയാണ്. ഇത് നമ്മൾ എത്ര കേൾക്കും, എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. നാദിറ പറയുന്നത് ഇത്രയും ഇത് പറഞ്ഞെങ്കിൽ ആ ഒരു പേര് കൂടി വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ തെറിവിളിയും ചീത്തവിളിയും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാത്ത പക്ഷം ഇങ്ങനെ മൊട്ടയായിട്ട് ഇങ്ങനെ സ്ത്രീകൾ എന്ന് പറയരുത്. ഇതിപ്പോ എല്ലാവർക്കും അത് ദോഷമാണ്. നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ പഴി കേൾക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ. ആർക്കാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇതിനെ പറ്റി യാതൊരു വെളിവുമില്ല, ഒന്നും അറിയുമില്ല. പക്ഷെ ഇത്രയും പറയാൻ കാണിച്ച അഖിലിനെ എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതൊക്കെയാണ് സംഭവം. സിബിന്റെ വിഷയത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ സിബിന്റെ മാറ്റർ ആയതുകൊണ്ട് സിബിനല്ലേ ആധികാരികമായിട്ട് ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം സിബിന് ഡ്രഗ്സ് കൊടുക്കാൻ ശ്രമിച്ചു ചാനല്, എന്നിട്ട് ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്നുള്ളതെല്ലാം ഒരുപാട് പരാമർശങ്ങളും. ആദ്യത്തെ ലൈവ് അതായിരുന്നു അഖിൽമാരാന്റെ, അതാണ് ഏറ്റവും കൂടുതൽ വൈറലായതും. സോ അപ്പോൾ നാദിറ പറയുന്നത് അതിനെക്കുറിച്ച് സിബിനല്ലേ പറയേണ്ടത്, എന്തിനാണ് അഖിൽ അത് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെയാണ്. സോ അതില് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അഖിലിന് ഇപ്പൊ കോൺട്രാക്ട് ഇല്ല, അതുകൊണ്ട് അഖിലിന് എന്തും പറയാം. സിബിൻ ഇപ്പോൾ കോൺട്രാക്ട് ഉണ്ടാവും. കാരണം എഗ്രിമെന്റ് സൈൻ ചെയ്ത് ബിഗ് ബോസിനകത്ത് പോയതുകൊണ്ട്. സോ 2 ആഴ്ച കഴിഞ്ഞ് വന്നതുമാണ്, ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ എഗ്രിമെന്റ് പീരിയഡ് കഴിയാതെ, കാലാവധി കഴിയാതെ ഇപ്പൊ മറ്റുള്ളവിടെ നിന്നും ഇതുപോലെ തുറന്ന് സംസാരിക്കണോ, ഇതുപോലെ അഖിൽ പറയുന്ന കണക്ക് ഇന്റർവ്യൂകൾ നടത്തി ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനോ സിബിന് ഇതുപോലെ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. അതിന് അപ്പൊ ചാനലിന്റെ ഭാഗത്ത് നിന്ന് കുറെ ആക്ഷനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഈ പ്രേക്ഷകരൊന്നും കാണില്ല. അതെല്ലാം ഈ അന്തർധാരയിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും. നമ്മൾ ഇതൊക്കെ കോർപ്പറേറ്റിലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് സംഭവ വികാസങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങളെല്ലാം അതിൽ പോയിട്ട് വരുന്നതുകൊണ്ടും ഒരു ചിലപ്പോൾ കോണ്ടാക്ട് ഉള്ളതുകൊണ്ടും ചില ഫ്രണ്ട്ഷിപ്പൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ടും ചില അണിയറയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അഖിലിന് അറിയാമായിരിക്കും. ഇത്രയും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കഴിഞ്ഞ വർഷം ടൈറ്റിൽ വിന്നറായ അഖിൽമാരർ ഈ എന്താ പറയാ ഈ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഈ ചാനലിനെതിരെയും അല്ലെങ്കിൽ ഈ ഷോയ്ക്കെതിരെയും പറഞ്ഞാൽ ഈ എതിരെ എന്ന് പറഞ്ഞാൽ ഇതിനല്ല, അതിൽ നടത്തുന്ന ചില വ്യക്തികളെ വെച്ചാണെങ്കിലും ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും വൈറലാകുന്ന വിധത്തിൽ ഇത്രയും ഈ ഒറ്റയാൾ പട്ടാളം പോലെ ഇങ്ങനെ എല്ലാം വിളിച്ചു കൂവി പറയണമെങ്കിൽ, അത്രയും തൻ്റെ ഇടം കാണിക്കണമെങ്കിൽ അപ്പോൾ ഒന്നുമില്ലാത്തടത്ത് വിളിച്ചു പറഞ്ഞു എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. എങ്കിൽ പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ അഖിൽ തന്നെ പറയുന്നു സീസൺ 5 ഇപ്പൊ സിബിൻ കാണിച്ചതുപോലത്തെ ഈ ഏഷ്യാനെറ്റ് പറയാണ്, ഈ ബിഗ് ബോസ് പറയുന്ന വൃത്തികെട്ട ഗസ്റ്റർ കാണിച്ചു എന്ന് പറയുന്നത് സീസൺ 5 ഒരുപാട് പേര് കാണിച്ചിട്ടുണ്ട്. അന്നൊന്നും എടുക്കാത്ത ആക്ഷൻ ഇപ്പൊ സീസൺ 6 സിബിൻ അങ്ങനെ ചെയ്തു പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആക്ഷൻ എടുക്കുന്നത്, എന്തിനാണ് മാനസികമായിട്ട് തളർത്താൻ നോക്കിയത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ചില അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ചില കണ്ടസ്റ്റന്റുകൾക്ക് ജനപിന്തുണ ഏറ്റവും കൂടുതലാണ് എന്ന് കാണുമ്പോൾ അവരെ അടിച്ചമർത്തുക. അതും ലൈവിൽ പറയുന്നുണ്ട്. രജിത് കുമാറിനെ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ, അഖിലിനെ അതുപോലെ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് സിബിൻ അതിന് ഇരയായിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഉള്ള കാര്യം തന്നെയാണ്. നമ്മളറിയാം ഇവരെയൊക്കെ പുറത്താക്കിയ നിമിഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അത് ചാനൽ അൺവാണ്ടഡ് ആയിട്ട് നടത്തിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾക്കും, നമ്മൾ ഈ ഷോ കാണുന്നവരല്ലേ, നമ്മൾ ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്, നമ്മൾക്കത് മനസ്സിലാകും. സോ അപ്പൊ ഇതുമാതിരിയുള്ള തർക്കങ്ങളും ഇതുപോലത്തെ ഒരുപാട് പേര്, നിരവധി ലേഡീസ് കണ്ടസ്റ്റന്റുകളാണ് ഇപ്പൊ അഖിൽ പറഞ്ഞ ഈ ആരോപണമായിട്ട് പൊരുത്തമില്ലാതെ ഞങ്ങൾക്ക് ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ഇതാര് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.